വെൽക്കം ടു സത്സംഗ് വിത്ത് ഋഷി. നമ്മൾ മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാമജപങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നാമജപത്തിൻ്റെ പ്രാധാന്യം എന്താണ് മന്ത്രം, എന്താണ് നാമം എന്നൊക്കെ കുറിച്ചിട്ടുള്ള. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് കോളുകൾ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അല്ലാതെ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ഡീൽ ചെയ്യുന്ന വഴി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇഷ്ടദൈവത്തിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി. എല്ലാവരും പല 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 ഈശ്വര രൂപങ്ങളെ ആരാധിക്കുന്നവരാണ്. പല മതത്തിലുള്ളവരും. ചില മതത്തിലാണെങ്കിൽ ഒരുപാട് അനേകം ഈശ്വരന്മാർ, അല്ലേ? എല്ലാം ആത്യന്തികമായി ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപനിഷത്തിൽ പറയുന്നത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ളൊരു ശ്ലോകമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകം സത്താണ്. അതായത് സത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഏകമാണ്, ഒന്നാണ്. അതിനെ വിപ്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനികൾ പലതായി എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് 7 മഴവില്ലിൻ്റെ നിറം കിട്ടും. 7 നിറങ്ങളാണ് മഴവില്ലിന്, അല്ലേ? അപ്പോൾ ഈ 7 നിറങ്ങളും നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. പക്ഷേ ആത്യന്തികമായി അതെല്ലാം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ആ വെളുത്ത പ്രകാശത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അല്ലേ? അതേപോലെയാണ് നമ്മളുടെ ഈശ്വര സങ്കല്പം. അതായത് മതത്തിലെ ആണെങ്കിലും ഒരു മതത്തിലെ തന്നെ വിവിധ ഈശ്വരന്മാരെ കുറിച്ചിട്ടുള്ള സങ്കല്പമാണെങ്കിലും എല്ലാം നയിക്കുന്നത് ഏകമായ പരമാത്മാവിലാണ്. അപ്പോൾ അത് ഒരു ആത്യന്തികമായ നോളജാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പിരിച്വൽ ജേർണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഷ്ടദൈവം ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് ലൈഫിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാവരും നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ആരുമായും ഒരു ഇൻറ്റിമസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ, അതോ 1-2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം. കാരണം അവരും നമ്മളുമായൊരു ഐക്യമുണ്ട്, അല്ലേ? അവരും നമ്മളുമായിട്ട് ഒരു കണക്ഷനുണ്ട്. അപ്പോൾ ആ കണക്ഷനോട് കൂടി നമുക്ക് അവരോടത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി സൊല്യൂഷൻ പോലും ആവശ്യമില്ല. പറച്ചിലിൽ തന്നെ നമ്മളുടെ പ്രോബ്ലം പകുതിയും പോവും. പിന്നെ അവർ ജസ്റ്റ് ഒന്ന് സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ആശ്വാസമാണ്, ഇല്ലേ? അതേപോലെയാണ് സ്പിരിച്വൽ ജേർണിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇഷ്ടദൈവം ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ആരെയൊക്കെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഒരു ഇഷ്ടദൈവം, നമ്മളെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇഷ്ടദൈവം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു ഗുരുവാകാം, അതൊരു ദൈവമാകാം. രണ്ടും വ്യത്യാസമൊന്നുമില്ല, പറയുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കൊരു ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീകൃഷ്ണനാണ് ഒരാളുടെ ഇഷ്ടദൈവം എന്ന് പറയുമ്പോൾ ആ ശ്രീകൃഷ്ണനുമായിട്ടുള്ളൊരു ഐക്യം, ആ ശ്രീകൃഷ്ണനെ നമ്മൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ആ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളെല്ലാം വായിക്കുകയും പഠിക്കുകയും സമയമുണ്ടെങ്കിൽ ആ കൃഷ്ണനുമായിട്ടുള്ള ബന്ധപ്പെട്ട നാമങ്ങളും ജപങ്ങളും ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ട് കൃഷ്ണനുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കണം. നമ്മളുടെ റിയൽ ലൈഫിൽ എങ്ങനെയുള്ള ബന്ധമാണോ നമുക്ക് ശ്രേഷ്ഠമായി തോന്നുന്നത്. അതായത് ചില ആൾക്കാർക്ക് അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ കണക്ഷൻ, ചില ആൾക്കാർക്ക് അച്ഛനോടായിരിക്കും, ചില ആൾക്കാർക്ക് സുഹൃത്തുക്കളോടായിരിക്കും, ചില ആൾക്കാർക്ക് ഭർത്താവിനോടായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയോടായിരിക്കും. അങ്ങനെയുള്ളൊരു കണക്ഷൻ നമ്മൾ ആ ഈശ്വരനോട് ഉണ്ടാക്കണം. കൃഷ്ണനെ സുഹൃത്തായി കാണുന്ന ആൾക്കാരുണ്ട്, കൃഷ്ണനെ ഭർത്താവായി കാണുന്ന ആൾക്കാരുണ്ട്, കൃഷ്ണനെ പിതാവായി കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല 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 രൂപങ്ങളിൽ ഭഗവാനെ കാണാം. എല്ലാ രൂപങ്ങളും ഒന്ന് തന്നെയാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഓരോ രൂപങ്ങളും കൊണ്ടുവരുന്നതെന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷന്, നമ്മളിപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തൊക്കെ വായിക്കാം, നമുക്ക് ശ്രീമദ് ഭാഗവതം വായിക്കാം, അതിനേക്കാളും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഹരിവംശ പുരാണം വായിക്കാം, മഹാഭാരതം വായിക്കാം, അതേപോലെ ശ്രീമദ് ഭഗവത്ഗീത വായിക്കാം. അങ്ങനെ പല 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 പുസ്തകങ്ങൾ, ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് സ്മരണ എന്ന് പറഞ്ഞ സാധനമാണ്. ഈശ്വരനെ നമ്മൾ നാമം ജപിക്കുന്നു, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് കലിസന്തരണ ഉപനിഷത്തിൽ ബ്രഹ്മാവ് നാരദന് കലിയെ എന്താ പറയുക, കലിയുടെ എഫക്റ്റ് മാറ്റാൻ വേണ്ടി എല്ലാവരും ചൊല്ലേണ്ട മന്ത്രം എന്ന് പറഞ്ഞ മഹാമന്ത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് വേറൊരു ഉപനിഷത്തിൽ ഇത് തിരിച്ചു പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. അത് അതിനുശേഷമുള്ളൊരു ഉപനിഷത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒക്കെ ട്രഡീഷനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഈ ഈശ്വരനാമങ്ങൾ ജപിക്കുകയും ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഭജനകൾ ചൊല്ലുകയും ഈശ്വരൻ്റെ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഈശ്വരനെ കുറിച്ചിട്ടുള്ള അപ്പോൾ നമ്മൾ അതൊക്കെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സബ് കോൺഷ്യസ്ലി, ഉപബോധ മനസ്സിൽ നമ്മൾ ആ ഈശ്വരനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈശ്വരനെ കുറിച്ച് സ്മരിക്കുമ്പോൾ എവിടെ സ്മരണയുണ്ടോ അവിടെ ഞാൻ എത്തുന്നതാണ്. അതിപ്പോൾ കൃഷ്ണനാണെങ്കിലും ശിവനാണെങ്കിലും ഏതൊരു ഈശ്വരനാണെങ്കിലും, ഏത് മതത്തിലെ ഏത് ഈശ്വരഭാവമാണെങ്കിലും സ്മരണ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കൃഷ്ണൻ എന്നുള്ളതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. നിങ്ങളുടെ ഈശ്വരൻ ആര് തന്നെയാണെങ്കിലും, നിങ്ങൾ ഏത് മതത്തിലുള്ളതാണെങ്കിലും, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്കുണ്ടാവും, ആ ഈശ്വരനുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഇഷ്ടദൈവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഒരാളുടെ ഇഷ്ടദൈവം, ഇപ്പോൾ രമേശൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഇഷ്ടദൈവം കൃഷ്ണനാണ്. അപ്പോൾ അയാൾ കൃഷ്ണനെ പ്രാർത്ഥിച്ച് പക്ഷേ അയാൾക്ക് വേറെ മറ്റ് എന്താ പറയുക ധർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, നമ്മുടെ മാത്രമാണ് ഏറ്റവും നല്ലത്, ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. എല്ലാ വഴികളെയും, ഒരു സ്ഥലത്തേക്ക് എത്താൻ നമുക്ക് പല പല വഴികളുണ്ട്, അല്ലേ? ഇപ്പോൾ കൊല്ലത്തേക്ക് എത്താനായിട്ട്, ട്രിവാൻഡ്രത്തേക്ക് എത്താനായിട്ട് നമുക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്താനായിട്ട് പല പല റൂട്ടുകളുണ്ട്, അല്ലേ? അതേപോലെ നമുക്ക് ട്രെയിനിൽ പോകാം, നമുക്ക് ബസ്സിൽ പോകാം. അപ്പോൾ പല പല വഴികളുണ്ട്. എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടദൈവം ഉണ്ടാവണം എന്ന് കരുതി നമ്മൾ ബാക്കിയുള്ളതൊന്നും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ വഴികളെയും നമ്മൾ സ്വീകരിക്കുക, എല്ലാ വഴികളെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാ വഴികളെയും റെസ്പെക്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ ദൈവം മാത്രമാണ്, അല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയാൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ ലോകത്ത്, അപ്പോൾ എൻ്റെ ആരാധനാക്രമം മാത്രമാണ് ശരി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു നാരോ മൈൻഡഡ്നെസ്സാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണോ അതിൽ നമ്മൾ ഇരിക്കുക, മനസ്സിലായല്ലോ? നമ്മളുടെ ഈ സാധന എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ പരസ്യമാക്കി ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മളുടെ സാധന. ഇപ്പോൾ സാധന എന്ന് പറയുന്നത് നമ്മളുടെ അടിവസ്ത്രം പോലെയാണ്. നമ്മുടെ അടിവസ്ത്രം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ളതാണ്, അല്ലേ? നമ്മൾ ആരെയും പുറത്ത് കാണിച്ച് നടക്കില്ലല്ലോ. അപ്പോൾ അപ്പോൾ സാധനയെ ഞാൻ അടിവസ്ത്രമായിട്ട് ഉപമിച്ചതല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ. അത്രയും സൂക്ഷ്മതയോടെ നമ്മുടെ ഉള്ളിൽ വെക്കേണ്ടതാണ് സാധന, നമ്മളുടെ പ്രാക്ടീസ്. സാധന മീൻസ് സ്പിരിച്വൽ പ്രാക്ടീസ്. അപ്പോൾ ഈ ഇഷ്ടദൈവത്തിന് നമ്മൾ കണക്ഷൻ കൂട്ടി വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് സറണ്ടറാണ്, സമർപ്പിത ഭാവത്തിൽ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ മാങ്ങ വേണമെങ്കിൽ ഓരോ നിമിഷവും പോയി മാങ്ങ പറിക്കേണ്ട ആവശ്യമില്ല. മാവ് തന്നെ നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ മാങ്ങയെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യം? നമുക്ക് വേണ്ട സമയത്ത് മാങ്ങ പറിക്കാം, അല്ലേ? അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ എന്താണോ നടക്കേണ്ടത് അത് ഈശ്വര ഇച്ഛ പോലെ നടന്നിരിക്കും. അപ്പോൾ നമുക്ക് ഈശ്വര ഇച്ഛ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാകണമെന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ആത്യന്തികമായിട്ട് നമുക്ക് സന്തോഷമുള്ളതായിരിക്കും. ആത്യന്തികമായിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകും. നമ്മൾ തന്നെ വിചാരിക്കാറില്ല, അന്ന് നടക്കാതിരുന്ന നന്നായി,
അന്ന് അയാളെ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി എന്നൊക്കെ വിചാരിക്കാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. സറണ്ടർ ഭാവത്തിൽ എന്താണോ നമുക്ക് നല്ലത്, അതിലേറ്റവും നല്ല പ്രാർത്ഥന എന്താണോ എനിക്ക് നല്ലത് അത് സംഭവിക്കട്ടെ, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും ഉയർന്ന തലത്തിലുള്ള പ്രാർത്ഥന എന്താണ്? എനിക്കിത് വേണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കിത് നല്ലതാണെങ്കിൽ ഈശ്വരൻ അത് സംഭവിപ്പിച്ചു തരൂ എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഇഷ്ട ദൈവത്തിനോട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോയി ഇരുന്ന് സംസാരിക്കാനും നമ്മളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും, ഇല്ലേ? നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ നമ്മൾ ഈശ്വരനെ കാണാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് 1 പോയിൻറ്റഡ് അറ്റൻഷൻ എവിടെയുണ്ടോ അവിടെ സക്സസ് ഉണ്ടാവും. അത് ഭൗതിക ലൈഫിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ആ ഇഷ്ട ദൈവത്തിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നമുക്ക് ആർക്കും അത് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരോടാണോ നിങ്ങൾക്ക് കണക്ഷൻ, ഒരു പക്ഷെ 1, 2, 3 ഭാവങ്ങളായിരിക്കും ഉണ്ടാവുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ആ ഇഷ്ട ദൈവത്തിനെ നമ്മൾ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ട ദൈവത്തിനോട് കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് കരുതി ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോകരുത് എന്നല്ല, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ ഒരു പടി കൂടുതൽ കണക്ഷൻ നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് വെക്കേണ്ടതാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് പിന്നെ നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല നമ്മുടെ ലൈഫിൽ. പിന്നെ നമുക്കൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെയും കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരു ലോ ഓഫ് പിന്നെ നമുക്കുള്ളത് സറണ്ടറാണ്. അതൊരു ലോ പോലുമല്ല. നമ്മുടെ ആ ഒരു സറണ്ടർ സ്റ്റേറ്റിൽ, ആ ശരണാഗതി എന്നുള്ള ഭാവത്തിൽ നമ്മളുടെ പ്രാർത്ഥന എല്ലാം ഒരു ഈശ്വരൻ്റെ കാൽക്കലിൽ വെക്കുന്നത് പോലെയാണ് എല്ലാ ആഗ്രഹങ്ങളും. അപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു ഹിന്ദു മതത്തിലെ ഒരു ഈശ്വരനെ കുറിച്ചിട്ടാണെങ്കിലും ഈശ്വരഭാവത്തെ കുറിച്ചിട്ടാണെങ്കിലും ഇതെല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാവർത്തികമാണ്. എല്ലാവർക്കും ആ ഈശ്വര സ്മരണ ഉണ്ടാകുമ്പോൾ, സ്മരണ ഉണ്ടാകുന്നത് എവിടെയാണോ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. നിങ്ങൾ ഈ ചാനൽ, നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കമൻസിൽ അറിയിക്കുക. നന്ദി.